ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈജ സ്വരൂപ്. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. പഴമട. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: നന്നായി പഴുത്ത പഴം 2 എണ്ണം ആവി കയറ്റി അത് ഉടച്ചെടുത്തതാണിത്. ഒരു അരമുറി തേങ്ങ, പത്തിരിപ്പൊടി, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്കാപ്പൊടി, ഒരു നുള്ളുപ്പ്, നട്ട്സും കിസ്മിസും, നെയ്യ്, ഒരു മുട്ട. ഇത് ഫില്ല് ചെയ്യാനുള്ള ആദ്യം നമുക്ക് തയ്യാറാക്കി വെക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കൊരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് വറക്കുക. നന്നായി വറുത്തതിന് ശേഷം നമ്മളിവിടെ ചിരകി വെച്ച അരമുറി തേങ്ങ അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ഈ ഉന്നക്കായുടെ കൂടെയും ഈ അടയുടെ കൂടെയൊക്കെ ഈ തേങ്ങയുടെ ഫില്ല് തയ്യാറാക്കുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊരു വേറെ ഒരു ടേസ്റ്റാണ്. വെറും തേങ്ങ ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ. അടയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടയുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ അടയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് മാവ് വെച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത പഴം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. പത്തിരിപ്പൊടി, നന്നായി വറുത്ത പത്തിരിപ്പൊടി നമ്മൾ അതിലേക്ക് ഇടുക. ഏകദേശം ഇതിൻ്റെ പാകമാവുന്നത് വരെ പൊടി ഇട്ട് കൊടുക്കണം. നന്നായി പഴുത്ത പഴമാകുമ്പോൾ കുറച്ച് കൂടുതൽ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്കൊരു അല്പം നെയ്യ് തടവി ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ അടയുടെ മാവ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മുടെ അട ഇനി ഒന്ന് പരത്തിയെടുക്കാം. അതിന് ഞാൻ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ വാഴയിലയാണ്. അതിലേക്ക് ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും തടവി കൊടുക്കുക. എന്നിട്ടിതൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടി ഇതൊന്ന് ഇലയിൽ വെച്ച് നന്നായി പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഫില്ലിങ് ഇതിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ അടയും ചെയ്യുന്ന മാതിരി തന്നെ അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ നമുക്കത് റെഡിയാക്കി എടുക്കാം. നമ്മൾ അടകളെല്ലാം ഇവിടെ ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ ഞാൻ ഇവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇവിടെ പരത്തി വെച്ചിരിക്കുന്ന ഓരോ അടയായിട്ട് നമുക്കിതിലേക്ക് പഴയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒരു നല്ലൊരു വിഭവമായി ഇനിയും കാണാം. ബായ്.